ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ നരിവേട്ട എന്ന് പറയുന്ന സിനിമ കണ്ടു. അതിഗംഭീരമായിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും മലയാളത്തിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ നീലക്കുറിഞ്ഞ് പോക്കുന്നത് പോലെ വല്ലപ്പോഴും മലയാളത്തിൽ ഇറങ്ങുന്ന പൊളിറ്റിക്കലി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ കുറവാണ്. എനിക്കൂടെ തമിഴിലൊക്കെ ഒരു വെട്രിമാരനും ഒരു മാരി സെൽവരാജും ഒക്കെ ഉള്ളതുപോലെ മലയാളത്തിൽ അങ്ങനെ കണ്ടൻറ്റ് പറയാൻ നട്ടലുള്ള സംവിധായകർ കുറവാണ്, നട്ടലുള്ള പ്രൊഡ്യൂസർമാരും കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അതുമായി ബന്ധപ്പെട്ട മുത്തങ്ങ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് നോക്കാം. മുത്തങ്ങയിലിട്ട് നമുക്ക് വരാം. 2003 ഫെബ്രുവരി 3 മുത്തങ്ങയിൽ എന്താണ് ഉണ്ടായത്? നമ്മുടെ ജനങ്ങളും ഗവൺമെൻറ്റും നമ്മുടെ പോലീസും ചേർന്ന് നരനായാട്ടം നടത്തിയ ആദിവാസികളെ കൊലയ്ക്ക് കൊടുത്ത ഒരു ഈട് അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ഒരു ജനതയെ അടിച്ചമർത്തി അവരെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച, ബുദ്ധിപരമായി അതിനെ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ കഥയായിട്ടാണ് അല്ലെങ്കിൽ സംഭവമായിട്ടാണ് മുത്തങ്ങ സമരത്തെ നമ്മൾ കാണേണ്ടത്. കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ള ആദിവാസികൾ ഈ സമരത്തിൽ പങ്കെടുക്കുകയും ജയിലിൽ അകപ്പെടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആ സമയത്ത് ഉണ്ടായിരുന്ന ഇടതുപക്ഷം പോലും ഇതിന് കൃത്യമായിട്ട് ഇടപെടുകയും അവർക്ക് എന്താ പറയുക, ഭൂമി മേടിച്ചു കൊടുക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് നെക്സൽ ഇത് ബന്ധം ആരോപിച്ച് ആ എന്താ പറയുക സമരത്തെ അവർ നശിപ്പിച്ചു കളയുകയും ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ബേസിക്കലി നടന്നത്. പിന്നെ സിനിമയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര സിനിമ തന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഒന്ന് ഇഴച്ചിൽ എവിടേക്കോ വരുന്നത് പോലെ തോന്നി. പിന്നെ നായകൻ്റെ പ്രണയവും നായകൻ ജീവിക്കുന്ന ചുറ്റുപാടൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിലേ അടിച്ച പോലെ, അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മളെ ഒന്ന് വലിച്ചിഴക്കണ പോലെ കുറച്ച് നേരം തോന്നി. പക്ഷെ അത് ആവശ്യമാണ് എങ്കിൽ തന്നെ കുറച്ച് നമ്മളുടെ മെയിൻ കണ്ടൻറ് ആയിട്ടുള്ള ഈ എന്താ പറയുക, ഈ ഒരു കണ്ടൻറ്റിലോട്ട് വരാൻ വേണ്ടി അവർ സെക്കൻഡ് ഹാഫ് വരെ തള്ളി നീക്കേണ്ടവരായിട്ട് എനിക്ക് തോന്നി. അത് കുറച്ചും കൂടെ നേരത്തെ ആകായിരുന്നു. കാരണം ഭയങ്കരമായിട്ടുള്ള നായകൻ്റെ ലൈഫ് കാണിച്ച് എനിക്ക് തോന്നുന്നു വയനാടാണ് ബേസിക്കലി കഥ നടക്കുന്നതെങ്കിലും കഥ മനസ്സിൽ നിന്ന് നമ്മൾ പോവാത്തത് കുട്ടനാടും ആലപ്പുഴയുമാണ്. കാരണം നായകൻ്റെ അത്രത്തോളം ഇമോഷണലി ഓഡിയൻസിനെ ക്യാരക്ടേഴ്സ് അറ്റാച്ച് ആയിട്ടുണ്ട്. ഒരു പക്ഷേ സെക്കൻഡ് ഹാഫിൽ വരുന്ന വയനാട് നടക്കുന്ന മെയിൻ സംഭവമായിട്ടുള്ള അവിടുത്തെ കഥാപാത്രങ്ങളും അവിടുത്തെ ക്യാരക്ടേഴ്സും മായിട്ട് അത്രത്തോളം ഓഡിയൻസ് അറ്റാച്ച് ആയിട്ടില്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. കാരണം ലാസ്റ്റ് വരുന്ന ബേസിക്കലി കഥ നടക്കുന്നത് വയനാടാണ്. മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും ആ കഥ പറയുന്നത് തന്നെ. പക്ഷെ നമുക്ക് എന്താ പറയുക, ആ ട്രൈബൽ ക്യാരക്ടേഴ്സായിട്ടുള്ള അവിടുത്തെ ഒരു പെൺകുട്ടി മരിക്കുമ്പോഴും അതേപോലെ തന്നെ അവിടുത്തെ നായകൻ മരിക്കുമ്പോഴും നമുക്ക് ഇമോഷണലി അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് എനിക്കൊണ്ട് ആ ക്യാരക്ടേഴ്സായിട്ട് ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർ അത്ര അറ്റാച്ച്മെൻറ്റ് കുറവായി പോയിട്ട് എനിക്ക് തോന്നി. കാരണം ഡയറക്ടർ കുറച്ചും കൂടി ആ ഏരിയയെക്കുറിച്ച് കുറച്ചും കൂടി ഡെപ്തിലി പറയാമായിരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ കുടുംബത്തിൻ്റെ അകത്തോട്ടുള്ള ഒന്നും കൂടി ഡീറ്റെയിലിംഗ് ഒക്കെ പോയിരുന്നു വെച്ചെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി മരിക്കുമ്പോഴും അതേപോലെ തന്നെ അവിടെയുള്ള ആ ഫൈറ്റ് നടക്കുമ്പോഴൊക്കെ നമുക്ക് ഇമോഷണലി കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് തോന്നിയത്. അത് തോന്നിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് കൂടിയാണ് സിനിമക്ക്. ബേസിക്കലി അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. എൻ്റെ ഒരു വലിയൊരു സംശയം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ സിനിമകൾ സ്ഥിരം പറയണ സമയത്ത് ഇതേപോലത്തെ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ദളിത് പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന സിനിമയിൽ നായകനായിട്ട് വന്നത് എപ്പോഴും അപ്പ കാശിയാരനായിരിക്കുള്ളൂ. അവൻ വന്ന് മറ്റേ താഴേക്കിടയിലുള്ള ആൾക്കാരെ രക്ഷിച്ച് അവനെ മെയിൻ സെറ്റപ്പ് ആക്കി കൊണ്ടുപോകുന്ന നായകൻ. ബേസിക്കലി ഇതൊരു ഇന്ത്യൻ സിനിമയുടെ ക്ലീഷയാണ് കേട്ടോ. അത് തെറ്റും ശരിയുടെ ഒന്നുമല്ല. നമ്മുടെ ബേസിക്കലി അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നെനിക്ക് ഇതുവരെ മനസ്സിലായി. ഒരു പക്ഷേ നായകൻ അതിൻ്റെ അകത്ത് തന്നെയുള്ള ഈ സിനിമയിലെ ആ കഥാപാത്രത്തെ ആക്കാമായിരുന്നു. പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു നായകനെ അല്ലെങ്കിൽ പുറത്തുനിന്ന് അപ്പർ ക്ലാസ് ആയിട്ടുള്ള ഒരു നായകന് ആ കമ്മ്യൂണിറ്റിയുടെ വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് അതെനിക്ക് മനസ്സിലായിട്ടില്ല. പലപ്പോഴും അത് നായകന്മാർ ഇങ്ങനത്തെ ദളിത് എന്താ പറയുക ഹീറോസായിട്ട് പെർഫോം ചെയ്യാൻ മടിക്കണത് കൊണ്ടാണോ, ടോവിനോൻ്റെ കാര്യം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അതുകൊണ്ടാണോ? പലപ്പോഴും എനിക്ക് മോദ എന്ന് പറഞ്ഞ സിനിമ കഥ പറയാൻ വേണ്ടി
ഒക്കെ പോണ സമയത്ത് ഹൈലി വോൾട്ടേജ് ആക്ഷൻ സിനിമയാണെങ്കിൽ പോലും അതിനകത്ത് അത് ദളിത് ക്യാരക്ടർ ആയതുകൊണ്ട് ദളിതായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് പല നായകന്മാരും റിജക്റ്റ് ചെയ്ത ഒരു കഥ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. എനിക്കൊന്ന് അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടോ അങ്ങനത്തെ കുറേ കഥകൾ വരുമ്പോൾ അതിൻ്റെ മേലെ ഒന്ന് പൊതിഞ്ഞ് വെക്കാൻ വേണ്ടി ഇതുപോലത്തെ ഹീറോസ് ഉണ്ടാവും. എന്നിട്ട് ആ നായകൻ ഒന്നല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള മുസ്ലിം ക്യാരക്ടർ ആകാൻ വളരെ കുറവാണ് കേട്ടോ. പക്ഷെ ക്രിസ്ത്യാനി ആയിരിക്കും, അത് മുന്തിയ ക്രിസ്ത്യാനി ആയിരിക്കും. ബേസിക്കലി അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ വളരെ വൃത്തിക്ക് ആ നായകൻ്റെ കഥ പറയായിരുന്നു, അല്ലെങ്കിൽ ടോവിനോന് ആ സൈഡിലുള്ള ക്യാരക്ടറായിട്ട് അഭിനയിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതെൻ്റെ പേഴ്സണലി അഭിപ്രായമാണ് കേട്ടോ. അത് എൻ്റെ പേഴ്സണലി മാത്രമായിട്ടുള്ളൊരു സംശയമായിട്ട് വേണമെങ്കിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും അതിഗംഭീര സിനിമ. ഞാൻ ഒന്നും കൂടി എടുത്തു പറയുന്നു, നട്ടലുള്ള സംവിധായകനും നട്ടലുള്ള പ്രൊഡ്യൂസറും എന്നും എന്നെ പറയാം. ഇങ്ങനത്തെ വിഷയങ്ങൾ ഇനിയും ഈ സംവിധായകൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കട്ടെ. മലയാളത്തിലും ഒരു വെട്രിമാരനും ഒരു മാരി സെൽവരാജും ഒക്കെ ഉണ്ടായി വന്നം നമുക്ക്. അതിന് ഇതുപോലത്തെ പ്രൊഡ്യൂസർമാർ വന്നാലേ നമുക്ക് ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ അടിപൊളി, എല്ലാവരും ഈ സിനിമ കാണണം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. വാച്ചബിൾ സിനിമയാണ്, നല്ല സിനിമയാണ്. ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റ് വൈസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിനിമ.